നമസ്കാരം. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വിഭാവനം ചെയ്ത മിഷൻ 2047 എന്ന പദ്ധതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം ഒരു സംഘടന എന്നതിലുപരി ഇന്ത്യ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന കാലയളവിൽ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്താനുള്ള ഒരു സമാന്തര സൈനിക നീക്കത്തിനാണ് ഇവർ തയ്യാറെടുത്തിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം സംഭവിക്കുകയും അത് ആണവായുധ പ്രയോഗത്തിലേക്കും രാജ്യത്തിന്റെ താൽക്കാലിക തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവർ സ്വപ്നം കണ്ടിരുന്നു. രാജ്യത്തിന്റെ ശ്രദ്ധയും സൈനിക ബലവും മുഴുവൻ അതിർത്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ആ സമയം മുതലെടുത്ത് ദക്ഷിണേന്ത്യയെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ലക്ഷക്കണക്കിന് വരുന്ന സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് ആഭ്യന്തര കലാപങ്ങൾ അഴിച്ചുവിടാനും മലപ്പുറം തലസ്ഥാനമാക്കി മാപ്പിളസ്ഥാൻ എന്ന പേരിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും ഇവർ പദ്ധതിയിട്ടു. മലബാർ മേഖലയ്ക്കൊപ്പം തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ഈ വിശാല മാപ്പിളസ്ഥാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പുറം ശക്തികളുടെ പിന്തുണയോടെ നിലനിർത്താനാണ് ഇവർ ലക്ഷ്യമിട്ടത്. ഇന്ത്യ വിഷൻ 2047 എന്ന രഹസ്യരേഖയിലൂടെ ഇവർ മുന്നോട്ട് വെച്ച ഈ വിഘടനവാദ അജണ്ട ഇന്ത്യൻ ജനാധിപത്യത്തെയും നിലനിൽപ്പിനെയും നേരിട്ട് വെല്ലുവിളിക്കുന്നതായിരുന്നു. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങൾ ശേഖരിക്കാനും പ്രവർത്തകർക്ക് സായുധ പരിശീലനം നൽകാനും ഇവർ തുനിഞ്ഞത് രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ശത്രു രാജ്യം പണിയാനായിരുന്നു എന്ന് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് NIA സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാഹുൽ ത്യാഗി കോടതിയെ അറിയിച്ചു. ഇന്ത്യയിൽ ഇസ്ലാം അപകടത്തിലാണെന്ന പ്രചാരം നടത്തി പോപ്പുലർ ഫ്രണ്ട് ഹിന്ദുക്കൾക്കെതിരെ ശത്രുതയും വിദ്വേഷവും വളർത്തുകയായിരുന്നു. അത്തരം പ്രചാരണത്തിന് വഴങ്ങുന്ന മുസ്ലിം യുവാക്കളെ തിരിച്ചറിയുകയും ജിഹാദിൽ പങ്കെടുക്കുന്നതിന് അവരെ തീവ്രവാദികളാക്കുകയും ചെയ്തുവെന്നും NIA അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാരോപിച്ച് 2022 സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. എന്നാൽ ഈ നിരോധനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തൊരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ അവസരം മുതലെടുത്ത് ദക്ഷിണേന്ത്യയെ വിഭജിക്കാനും പുതിയൊരു രാജ്യം സ്ഥാപിക്കാനും PFI ലക്ഷ്യമിട്ടിരുന്നു. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഗൂഢാലോചനകളാണ് സംഘടനയ്ക്കുള്ളിൽ നടന്നത്. ഇന്ത്യ അയൽ രാജ്യങ്ങളുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വന്നാൽ ആ തക്കം നോക്കി രാജ്യത്തിനുള്ളിൽ അരാജകത്വം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ നീക്കം. ഇതിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രത്യേകമായൊരു രാജ്യം രൂപീകരിക്കുക എന്നതായിരുന്നു സംഘടനയുടെ അതീവ രഹസ്യമായ അജണ്ട. വെറും ഒരു രാഷ്ട്രീയ സാമൂഹിക സംഘടന എന്നതിനപ്പുറം PFI കൃത്യമായ സൈനിക സ്വഭാവമുള്ള കേഡർമാരെ വളർത്തിയെടുത്തിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആയുധ പരിശീലന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായിരുന്നു. യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കുകയും അട്ടിമറി പ്രവർത്തനങ്ങൾക്കായി അവരെ സജ്ജമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യം. വിദേശ രാജ്യങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ വൻതോതിൽ പണം സംഘടനയിലേക്ക് എത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വിഘടനവാദ നീക്കങ്ങൾക്കും വേണ്ടിയാണ് വിനിയോഗിക്കപ്പെട്ടത്. വിദേശത്തുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതും നിരോധനത്തിന് ശക്തമായ കാരണമായി. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു നീക്കവും ഗൗരവകരമായി കാണേണ്ടതുണ്ട്. PFI നിരോധനം എന്നത് കേവലം ഒരു സംഘടനയ്ക്കെതിരെയുള്ള നടപടിയല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിഘടനവാദ ശക്തികളെ മുളയിലെ നുള്ളുന്നതിനും വേണ്ടിയുള്ള നിർണായകമായ ചുവടുവെപ്പാണ്. പുറത്തു വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ ഈ നിരോധനത്തിന്റെ പ്രസക്തിയെ കൂടുതൽ അടിവരയിടുന്നു. ദേശീയ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികൾ സംഘടന തയ്യാറാക്കിയിരുന്നു. ഇന്ത്യ മിഷൻ 2047 എന്ന പേരിൽ കണ്ടെടുത്ത രേഖകളിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറ്റുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വന്നാൽ ആ തക്കം നോക്കി ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പുതിയൊരു ഭരണകൂടം സ്ഥാപിക്കാൻ ഇവർ പദ്ധതിയിട്ടു എന്നതാണ്. ഇതിനായി യുവാക്കൾക്ക് കായിക പരിശീലനം എന്ന വ്യാജേന ആയുധ പരിശീലനം നൽകുകയും രാജ്യത്തിന്റെ സുരക്ഷാ സേനയെ നേരിടാൻ സജ്ജരായ കേഡർമാരെ വളർത്തുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഹവാല ഇടപാടുകളിലൂടെയും വ്യാജ ബിസിനസ് ഗ്രൂപ്പുകളിലൂടെയും വലിയ തോതിൽ ഫണ്ട് ഇതിനായി ശേഖരിക്കപ്പെട്ടു. സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനും ശത്രുക്കളായി പ്രഖ്യാപിച്ച വ്യക്തികളെ ഇല്ലാതാക്കുന്നതിനും സർവീസ് ടീമുകൾ എന്നറിയപ്പെടുന്ന കൊലയാളി സംഘങ്ങളെ ഇവർ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം വിഘടനവാദ നീക്കങ്ങളും ഭീകരവാദ ബന്ധങ്ങളും മുൻനിർത്തിയാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനായി UAPA നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഈ സംഘടനയെ നിരോധിച്ചത്. നിരോധനത്തിന് ശേഷവും സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഏജൻസികൾ
രാജ്യവിരുദ്ധ ഗൂഢാലോചനകളിൽ പങ്കാളികളായ നിരവധി നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. നിലവിൽ ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ വിവിധ കോടതികളിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ നിരോധനം എന്ന വിഷയം. 2006 കേരളത്തിലെ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട്, തമിഴ്നാട്ടിലെ മനിത നീതി പാസറൈ, കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്നീ 3 സംഘടനകൾ ലയിച്ചാണ് PFI രൂപീകൃതമായത്. തുടക്കത്തിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്ന നിലയിലാണ് ഇവർ സ്വയം പരിചയപ്പെടുത്തിയതെങ്കിലും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ വേരുകൾ പടർത്തി. നീതിയും സ്വാതന്ത്ര്യവും സുരക്ഷയും എന്നതായിരുന്നു സംഘടനയുടെ മുദ്രാവാക്യം. എന്നാൽ ഈ സംഘടനയുടെ മറവിൽ അതീവ ഗൗരവകരമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ തുടക്കം മുതലേ പുറത്തു വന്നിരുന്നു. PFIയെ നിരോധിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന നടപടികൾ ആരംഭിച്ചത് 2022 സെപ്റ്റംബറിലാണ്. ദേശീയ അന്വേഷണ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന മിന്നൽ പരിശോധനയാണ് നിരോധനത്തിന് ആധാരമായ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സംഘടനയുടെ 100 കണക്കിന് മുൻനിര നേതാക്കളെയും പ്രവർത്തകരെയും ഒരേ സമയം അറസ്റ്റ് ചെയ്തു. ഈ പരിശോധനകളിൽ നിന്ന് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള രേഖകൾ, ആയുധങ്ങൾ, വിദേശ ഫണ്ടിങ്ങിന്റെ തെളിവുകൾ എന്നിവ പിടിച്ചെടുത്തു. 2047 ഇന്ത്യയെ ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ കീഴിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ 2047 എന്ന ഗൂഢ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇത്തരത്തിലാണ് പുറം ലോകം അറിഞ്ഞത്. 2022 സെപ്റ്റംബർ 28 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം PFIയെയും അതിന്റെ 8 അനുബന്ധ സംഘടനകളെയും 5 വർഷത്തേക്ക് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമമായ UAPA പ്രകാരമായിരുന്നു ഈ നടപടി. സംഘടനയ്ക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ISIS തുടങ്ങിയവയുമായി ബന്ധമുണ്ടെന്നും രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ഗൂഢാലോചന നടത്തിയെന്നും സർക്കാർ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരാക്കി സായുധ വിപ്ലവത്തിന് സജ്ജമാക്കുന്ന കേന്ദ്രങ്ങളായി സംഘടനയുടെ ഓഫീസുകൾ മാറി എന്നതായിരുന്നു പ്രധാന കണ്ടെത്തൽ. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രത്യേക വിഘടനവാദ നീക്കങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ടുകളും ഈ നിരോധനത്തിന് കരുത്തു പകർന്നു. നിലവിൽ PFIയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഓഫീസുകൾ സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നിരോധനം നടപ്പിലാക്കിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചപ്പോൾ ആ സംഘടനയെ മാത്രം ഒതുക്കി നിർത്താതെ അതിന്റെ കരുത്തായിരുന്ന 8 അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, സ്ത്രീകളുടെ വിഭാഗമായ നാഷണൽ വിമൻസ് ഫ്രണ്ട്, യുവാക്കളുടെ വിഭാഗമായ റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റീഹാബ് ഫൗണ്ടേഷൻ, ജൂനിയർ ഫ്രണ്ട് എന്നിവയായിരുന്നു അവ. PFIയുടെ തീവ്രവാദ ആശയങ്ങൾ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലേക്ക് എത്തിക്കുന്നതിനും ഫണ്ട് ശേഖരിക്കുന്നതിനുമായിരുന്നു ഈ ഉപസംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് വഴി കലാലയങ്ങളിൽ തീവ്ര ചിന്താഗതികൾ പ്രചരിപ്പിക്കാനും റീഹാബ് ഫൗണ്ടേഷൻ വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ വിദേശ പണം എത്തിക്കാനും ഇവർ ശ്രമിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. നിരോധനത്തിന് ശേഷം വളരെ കർശനമായ നിയമ നടപടികളാണ് സംഘടനയ്ക്കും അതിന്റെ പ്രവർത്തകർക്കുമെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. UAPA പ്രകാരമുള്ള നിരോധനം ശരിവെക്കുന്നതിനായി ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായ ഒരു ട്രൈബ്യൂണലിനെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ ട്രൈബ്യൂണൽ വിവിധ സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പ് നടത്തുകയും രാജ്യസുരക്ഷ കണക്കിലെടുത്ത് നിരോധനം ന്യായമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവിരുദ്ധമായി മാറി. PFIയുടെയും അതിന്റെ നേതാക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തു. സംഘടനയുടെ ഓഫീസുകൾ പലയിടത്തും ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റെടുത്ത് പൂട്ടി മുദ്ര വെച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി PFIയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾക്കെതിരെ NIA പ്രത്യേക കോടതികളിൽ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തി, വർഗീയ സ്പർദ്ധ വളർത്തി, ആയുധ പരിശീലനം നൽകി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പല നേതാക്കളും നിലവിൽ വിചാരണ തടവുകാരായി ജയിലിലാണ്. നിരോധിക്കപ്പെട്ട ശേഷവും രഹസ്യമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ഇപ്പോഴും രഹസ്യാന്വേഷണം തുടരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള തീവ്രവാദ പ്രചാരണങ്ങൾ തടയുന്നതിനായി പ്രത്യേക സൈബർ സെല്ലുകളും ഇപ്പോൾ സജീവമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.